ഹായ്, എന്താണ് എല്ലാരും പരിപാടി? ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങള് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള പരിപാടികളൊക്കെ ഇതുപോലെ തന്നെ കേട്ടാ. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. അപ്പൊ അവന് പഠിക്കാനൊക്കെ ഉള്ളത് കുറച്ചേരം ഇവരെ കൂടി ഇരിക്കണം. ഒരു 1/4 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാലേ വല്ലതും തലയിലേക്ക് ഈ തലമണ്ടയിലേക്ക് കേറുള്ളൂ. ഭയങ്കര കുരുത്തക്കേട്. പക്ഷെ ചില കാര്യങ്ങള് നൈസായിട്ട് ചെയ്യിട്ടാ. ഞാൻ അധികം ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. മുമ്പത്തെ കാട്ടിലും കുറച്ചും കൂടി ഉത്സാഹമുണ്ട്. കാരണം ഞാൻ വിചാരിച്ച് കഴിഞ്ഞ കൊല്ലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇവരെ കൂടി ഇരിക്കാൻ പോലും എനിക്ക് സമയമില്ല. ആ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും. 8 മണി എന്തായാലും കഴിയും. പിന്നെ നമ്മളെ ഫുഡും പരിപാടിയും കൂടിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ കിടന്നുറങ്ങാനായി. അപ്പൊ ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവനവന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. അല്ലടാ, നല്ല മോനാണ്. അവളെ കാര്യങ്ങൾ അവളിപ്പോ ചില സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടാ. കപ്പ ഉണ്ടാക്കും അല്ലെ, അതൊക്കെ എടുത്ത് പറയാൻ പറഞ്ഞു. കപ്പ ഉണ്ടാക്കും. പിന്നെന്താ ഉണ്ടാക്കുക, ഓംലേറ്റ് ഉണ്ടാക്കും. അങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പെല്ലാം ചെയ്ത് തുണിയൊക്കെ ഞാൻ അലക്കിയിട്ട് കഴിഞ്ഞാല് വിരിച്ചിടാൻ പോകും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ഭാരം വരുന്നില്ല ഇപ്പൊ. അത് തന്നെയാണല്ലേ. പക്ഷെ ഞാൻ ചിലപ്പോഴെല്ലാം ചിന്തിക്കാറുണ്ട്, പിള്ളേര് പെട്ടെന്ന് വലുതായി കഴിഞ്ഞാല് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വലുതായിട്ട് നമ്മൾ അച്ഛനമ്മക്ക് എന്തെങ്കിലും കാര്യമുണ്ട്? ഇല്ല. അതുപോലെ തന്നെയാണ് പറയാൻ എളുപ്പം. ഇപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിക്കുക. ഇതുപോലത്തെ കുറുമ്പന്മാരും കുറുമ്പിമാരും ഉള്ളവരെ പഠിപ്പിക്കുക. ബാക്കി കാര്യങ്ങൾ രാവിലെ ഞാൻ പോകുന്ന പോക്കിൽ പറയാം. അപ്പൊ നമ്മള് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. രാത്രി ഗുഡ് നൈറ്റ്, രാവിലെ ഗുഡ് മോർണിംഗ്. ഓക്കെ, Good night. Good night.